ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവരുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം, എന്നിട്ട് അവരുടെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ളത് എന്തെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ കോൺഷ്യസ് ആയിട്ടുള്ള എനർജിയിലാണ് ഇവർ ഉള്ളത്. ന്യൂ മൂണിന് ശേഷം ഇവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു കാര്യത്തിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടും ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തോ അവസാനിപ്പിക്കാനുള്ള ഒരു ഡിസിഷൻ ഇവർ എടുത്തു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. എന്ത് സിറ്റുവേഷനാണോ ബാലൻസിലാവാത്തത് ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കാനുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ ആ ഒരു പ്രോബ്ലംസ് തന്നെ നിങ്ങളുടെ പേഴ്സൺ എൻഡാക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയാണ്, അതായത് അവർ നിങ്ങളെയാണ് അവരുടെ പ്രോബ്ലംസിൻ്റെ എല്ലാം കാരണമെന്ന് വിചാരിക്കുന്നത്. അതായത് ഇവരോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും, അതായത് നിങ്ങളാണ് എല്ലാ പ്രോബ്ലത്തിനും കാരണം. ആ ഒരു രീതിയിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ കാണുന്നത് നിങ്ങളെ. അവർ വിചാരിക്കുന്നത് അവരുടെ എല്ലാ പ്രോബ്ലംസും നിങ്ങളാണ് ഉത്തരവാദി എന്നാണ്. ഈ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ന്യൂ മൂണിൻ്റെ ആ ഒരു എഫക്റ്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടെമ്പററി ആയിരിക്കും. അതായത് ഇവർ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ടാണ് ബ്രേക്കപ്പ് ചെയ്യേണ്ടത്, നിങ്ങളാണ് എല്ലാത്തിനും കാരണം എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു ടെമ്പററി എനർജി കുറച്ച് കഴിയുമ്പോൾ മാറുന്നതാണ്. ഇവിടെ എനർജി നോക്കുമ്പോൾ ചില ആൾക്കാർക്ക് മാത്രമാണ് ടെമ്പററി ആയിട്ടുള്ള ആ ഒരു ഈ ഒരു ബ്രേക്കപ്പ്. ചില ആൾക്കാർക്ക് ഭയങ്കര മോശമായ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ബാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി മാത്രമാണിത്. ബാക്കിയുള്ള ആൾക്കാരുടെ പേഴ്സൺ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇവർ തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ന്യൂ മൂണിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ, നിങ്ങളുമായിട്ട് എപ്പോഴും എല്ലാ കാര്യത്തിനും വഴക്കിടുന്നുണ്ടെങ്കിലോ, നിങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധം വയ്ക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് സംസാരം ഉണ്ടാകുന്നെങ്കിലോ, നിങ്ങൾ ചിന്തിക്കേണ്ടത് ആരോ ഇവരുടെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു കൊടുത്തേക്കാണ്. അത് കാരണമാണ് ഇവർ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ അവരുടെ മാനിപ്പുലേറ്റിങ്ങിൽ വന്നേക്കാണ്. എല്ലാ പ്രോബ്ലത്തിനും കാരണം നിങ്ങളാണ് എന്നുള്ള രീതിയിൽ അവർ ഇവരോട് പറഞ്ഞ് മാനിപ്പുലേറ്റിംഗ് ചെയ്തൊക്കെയാണ്. അവർ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് ദൂരെ പോയാൽ മാത്രമേ പഴയതുപോലെ നിങ്ങളുടെ ലൈഫ് മനോഹരമാവുകയുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പെരുമാറുന്നത്. ചില ആൾക്കാരുടെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടുകാർ തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്തേക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവർ തന്നെ നിങ്ങൾക്കെതിരെയായിട്ട് ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്തേക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു ബാഡ് എഫക്റ്റ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ന്യൂ മൂണിൻ്റെ ആ ഒരു എനർജിയുടെ. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം ആരുടെ മേലും റെസൊണേറ്റ് ആവരുത് എന്നാണ്. പക്ഷേ ഇവിടെ വൈബ് വരുന്നത് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ മേൽ ഈ ഒരു എനർജി റെസൊണേറ്റ് ആകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. നിങ്ങളുടെ എല്ലാ വിഷമവും നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക, എന്നിട്ട് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. കാരണം നിങ്ങൾ ഭഗവാനിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു വിശ്വാസം മുന്നോട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്നതാണ്. ഇവിടെ ആരുടെ പേഴ്സണാണോ റെഡി ആയിട്ടിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ, ഈ ഒരു ന്യൂ മൂൺ അവർക്ക് വളരെ പോസിറ്റീവായിട്ടായിരിക്കും വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി അവർ ഏതറ്റം വരെ പോകുവാനും തയ്യാറാണ് എങ്കിൽ ഈ ഒരു ന്യൂ മൂൺ അവർക്ക് വളരെ പോസിറ്റീവായിട്ടായിരിക്കും വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് എനർജിയാണ് ഉള്ളത്. അതായത് ഒന്ന് വന്നിട്ട് ബ്രേക്കപ്പ് ആകുന്ന ആ ഒരു എനർജി, ഒന്ന് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം കുറിക്കുന്ന എനർജി. അങ്ങനെ രണ്ട് എനർജിയാണ് ഇവിടെ ഉള്ളത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു ഒബ്സ്റ്റിക്കൽസിൽ നിന്ന് പുറത്തു വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എല്ലാ ഒബ്സ്റ്റിക്കൽസിനും കാരണം നിങ്ങളാണെന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒരു എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവരുടെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുകയും ചെയ്യും. മറ്റേ എനർജി നിങ്ങളുടെ കൂടെ നിൽക്കാതെ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ട് ഇവരുടെ വീട്ടുകാർ പറയുന്ന ആളെ മാരേജ് ചെയ്യും, ഇവരുടെ വീട്ടുകാർ പറയുന്നത് കേൾക്കും. അങ്ങനൊരു എനർജി.
ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇതെടുക്കത്തില്ല, നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. കുറച്ച് ആൾക്കാരുടെ പേഴ്സണാണ് ഇവിടെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കായിട്ടുള്ളത്, നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഒരു റൂൾസും ഫോളോ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോയിലാണ് ഉള്ളത്, നിങ്ങൾക്ക് മുന്നോട്ടൊന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താണോ ഒഴുക്ക് അതനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ആ ഒഴുക്കിനെതിരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ ലവ് ലൈഫിൽ സക്സസ് ആഗ്രഹിക്കുന്നു, ഇതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ്. നിങ്ങൾ ഇതിനു വേണ്ടി അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മേൽ ഒരു ഫോക്കസും ഇല്ല. നിങ്ങൾ കൂടുതലായിട്ട് ലവ് ലൈഫിലാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ പർപ്പസ് എന്താണ്, ഒന്നും തന്നെ നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇവിടെ ഏതെങ്കിലും സമയം ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയാൽ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് വരും, അങ്ങനെ ഒരു പ്ലാനിങ് നിങ്ങളുടെ കയ്യിലില്ല. അതായത് ആരെങ്കിലും ഒരാൾ നിങ്ങളെ കുഴിയിൽ കൊണ്ടിടാൻ ശ്രമിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ആ കുഴിയിൽ നിന്ന് പുറത്തു വരുവാൻ അറിയില്ല എങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും? അതുകൊണ്ട് ഏഞ്ചൽസ് പറയുന്നത്, ആരെങ്കിലും നിങ്ങളെ കുഴിയിൽ കൊണ്ടിടുവാൻ ശ്രമിക്കുകയാണ് എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ കൂടെ ഉള്ള വഴി കണ്ടിട്ട് വേണം നിങ്ങൾ അതിൽ പോയി ചാടുവാൻ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി, ഇപ്പോൾ വന്ന എനർജി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളെ ആരെങ്കിലും കുഴിയിലേക്ക് കൊണ്ട് ചാടിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിൽ വീഴാൻ പോകരുത് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. സെക്കൻഡ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുവാനും അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് ചെയ്യുവാനുമാണ്. നിങ്ങൾ അവരെ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഇവരും നിങ്ങളെ അതേപോലെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക, അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. തേർഡ് മെസ്സേജ്, നിങ്ങളുടെയും ഇവരുടെയും സ്നേഹമാണ് നിങ്ങളുടെ പരസ്പരമുള്ള ശക്തി. അതായത് നിങ്ങൾ രണ്ടുപേരുടെ ആ ഒരു സ്നേഹമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ശക്തി എന്നാണ് സെക്കൻഡ് മെസ്സേജ്. ഇവിടെ നിങ്ങളുടെ സ്നേഹം ഇവരുടെ കൂടെയുണ്ട് എങ്കിൽ എല്ലാ മോശമായ സിറ്റുവേഷനിൽ നിന്ന് ഇവർക്ക് പുറത്തു വരുവാൻ സാധിക്കുന്നതാണ് എന്നാണ് ഇവരെ നിങ്ങളോട് പറയുന്നത്. അതായത് ചില ആൾക്കാരുടെ പേഴ്സണിനെ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവത്തില്ല, നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ അവരെ തരം താഴ്ത്തി സംസാരിക്കുക. അപ്പോൾ അവർക്ക് തന്നെ തോന്നും, ഇവർ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഇത്രയും വലിയ റിസ്ക് എടുക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇവർക്ക് സപ്പോർട്ടീവായിട്ടിരിക്കണം, നിങ്ങളാണ് ഇവരുടെ ശക്തി എന്നാണ് പറയുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയാണ്, അതായത് പെട്ടെന്ന് ഒരു മോശമായ സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ഇവരെ കൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു സാഹചര്യത്തിനെ എങ്ങനെയെങ്കിലും എൻഡാക്കാൻ ശ്രമിക്കും. അങ്ങനെയും ചില ആൾക്കാരുടെ പേഴ്സണുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള മെസ്സേജാണ്. ചില ആൾക്കാർ എത്ര മോശമായ സാഹചര്യം വന്നാലും നിങ്ങളുടെ കൂടെ തന്നെ സപ്പോർട്ടീവായിട്ട് നിൽക്കും. ചില ആൾക്കാരുടെ പേഴ്സൺ ഒന്ന് പതറിപ്പോകും. ആ പതറിപ്പോണ സമയം നിങ്ങൾ ഇവർക്ക് സപ്പോർട്ടീവായിട്ട് ഇരിക്കേണ്ടതാണ്. ഇവരെ തെറ്റായ ഡിസിഷൻ എടുക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ ഇവരുടെ കൂടെ നിന്ന് സപ്പോർട്ടീവ് ആവേണ്ടതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ മെസ്സേജ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.